Hi, welcome to a new lecture of the numerical analysis. Today we are going to deal with what you mean by numerical integration. How can we integrate numerically? Integration. What do you mean by numerical integration? Okay, so the process of evaluating a definite integral, the process of evaluating a definite integral, a definite integral from a set of tabulated values from a set of tabulated values of f of x, which is not known explicitly, which is not known explicitly is called, this process is called numerical integration. Okay, so ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ evaluate ചെയ്യുമ്പോൾ നമ്മൾക്ക് consider we have an interval AB. Okay, divide into n equal subintervals, ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ a equal to x0 less than x1 etc. xn last xm എന്തായിരിക്കും b ആയിരിക്കും. ചെയ്യുന്നത് x1 equal to x0 plus h etc. x2 എന്തായിരിക്കും x0 plus 2h etc. xn എന്താണ് x0 plus n into h. ഇതാണ് ഇതിന്റെ ഡിവിഷൻ. Okay, so we have an integral x0 to xn y dx. We have y equal to y0 plus p into delta y0. ഇത് ഏത് ഫോർമുല എന്ന് ഓർമ്മയുണ്ടോ? This is Newton's forward difference formula into del square y0 plus etc. This is Newton's forward difference formula. Forward difference formula. Okay. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഇന്റഗ്രൽ I ആണ് ഈ ഇന്റഗ്രൽ. I is equal to, actually this is x0 to xn y dx, which implies ഈ yക്ക് പകരം എന്ത് കൊടുക്കുക, റീപ്ലേസ് ചെയ്യുക x0 to xn y0 plus p into delta y0 plus p into p minus 1 by 2 into del square y0 plus etc. into dx, which imply we have, നമ്മളിത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x equal to x0 plus p into h എടുക്കുക. x equal to x0 plus p into h. അപ്പോൾ dx എന്തായി, p into dx is equal to h into dp ആയി. h into dp. ഇവിടെ x0 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, 0 ആയി മാറും. dx equal to h into dp. അപ്പോൾ എല്ലാം റീപ്ലേസ് ചെയ്യുക. ഏതൊക്കെ, x equal to x0 ആണെങ്കിൽ ഇപ്പോൾ x0 equal to x0 plus p into h ആയി. അപ്പോൾ p എവിടെ നിന്ന് എവിടത്തേക്കാണ് വാരി ചെയ്യുന്നത്, that's equal to 0 ആണ്. ഓക്കെ,
ഇനി എക്സ് ഈക്വൽ ടു എക്സ് എൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? എക്സ് എൻ ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് പി ഇൻറ്റു എച്ച്. ഇനി ആ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു ആക്ച്വലി ദാറ്റ് ഇസ് പി ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് നോട്ട് ബൈ എച്ച് വരും. എക്സ് എൻ മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ദാറ്റ് ഇസ് എൻ എച്ച് ബൈ എച്ച്, ദാറ്റ്സ് ഈക്വൽ ടു എൻ വരും. സോ പി വാരീസ് ഫ്രം 0 to n. P varies from 0 to n. So our integral is converted into I equal to integral 0 to n. Substitute എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to n substitute ചെയ്തു y naught plus p into delta y naught plus p into p minus 1 by 2 into del square y naught plus etc. into dp. Okay, which is same as what? Which is same as integral ഇവിടെ p വരും. Okay, p ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n വരും ഇവിടെ. ഡെൽറ്റ വൈ നോട്ട്, വൈ നോട്ടിന്റെ സ്ഥാനത്ത് ഇവിടെ p വൈ നോട്ട് ഇൻറ്റു p വരും, പ്ലസ് പിയുടെ സ്ഥാനത്ത് പി സ്ക്വയർ ബൈ 2 വന്നു. പി സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡെൽറ്റ വൈ നോട്ട് പ്ലസ് അടുത്തതിൽ ഇവിടെ എന്താ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പി സ്ക്വയർ മൈനസ് പി ആണ്. അപ്പോൾ പി ബൈ 2 ആണ്. അപ്പോൾ 1 ബൈ 2 ഇൻറ്റു പി ക്യൂബ് ബൈ 3 മൈനസ് പി സ്ക്വയർ ബൈ 2 into del square y naught plus etc. ഇവിടുത്തെ എവിടത്തേക്ക് വാരി ചെയ്യും? 0 to n വാരി ചെയ്യും. So this is n അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ y naught into h വന്നു പ്ലസ് y naught into h. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ p ഈക്വൽ ടു വാരി ചെയ്തു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ p ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എച്ച്. p ഈക്വൽ ടു ഇവിടെ n ആണ്, സോറി ഇവിടെ h അല്ല n ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു h ഉണ്ട് കേട്ടോ, ഫ്രണ്ടിൽ ഒരു h ഉണ്ട്. h ഇൻറ്റു എന്ത് വരും? y നോട്ട് ഇൻറ്റു n പ്ലസ് n സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡെൽറ്റ y നോട്ട് പ്ലസ് 1 ബൈ 2 ഇൻറ്റു n ക്യൂബ് ബൈ 3 മൈനസ് n സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ y നോട്ട് പ്ലസ് എക്സെട്ര ഫ്രം 0 to n. സോറി 0 to n വേണ്ട, ഇവിടെ 0 to n ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതാണ് നമ്മുടെ റൂൾ. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. എന്തൊക്കെയാ? ജസ്റ്റ് എ ബിനെ ഡിവൈഡ് ചെയ്തു, ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്ററിനെ ഇവിടെ അപ്ലൈ ചെയ്തു, എന്നിട്ട് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് പി എച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് ഇന്റഗ്രന്റ് ചേഞ്ച് ചെയ്തു, ഇവിടെ വാലുവേറ്റ് ചെയ്തു. വേറെ ഒന്നും നമ്മളിവിടെ ചെയ്തിട്ടില്ല. ഇതാണ് ഇതിന്റെ ഡെറിവേഷൻ. ഇനി ഇവിടെ നമ്മുടെ 3 റൂൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ട്രപ്പിസോയിഡൽ റൂൾ. പിന്നെ രണ്ടാമത്തെ സിംസൺസ് 1/3 റൂള്. മൂന്നാമത്തെ സിംസൺസ് 3/8 റൂള്. ഇത്രയും റൂൾസ് ആണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഇതില് ആക്ച്വലി എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്? ഈ ഇക്വേഷൻസില് ഈ ട്രപ്പിസോഡൽ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഫോർമുലയാണ് ട്രപ്പിസോഡൽ റൂൾ വഴി വാലുവേറ്റ് ചെയ്യാനുള്ളത്. 1/3 റൂൾ ആണെങ്കിൽ ഈ ഫോർമുലയിൽ ദിസ് ഇസ് അവർ സ്റ്റാർ. ഈ സ്റ്റാറിൽ n ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്സൺസ് 1/3 റൂള് കിട്ടും. 1/3 റൂള്
3/8 റൂള് കിട്ടുന്നത് എപ്പോഴായിരിക്കും? n equal to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴായിരിക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അവിടെ ചെയ്യുന്നത് ഇവിടെ n equal to 1 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? n equal to 1 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരെ മാത്രമേ വരുള്ളൂ. h into y naught plus 1/2 into delta y naught. Okay, h into y naught plus 1/2 into y1 minus y naught. Okay, അപ്പോൾ ഇതെന്ത് വരും? h into y naught plus y1/2. n equal to 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇന്റഗ്രൽ x0 to x1 y dx is equal to h/2 into y0 plus y1. അപ്പൊ ഇന്റഗ്രൽ x1 to x2 y dx എന്തായിരിക്കും? h/2 into y1 plus y2. x0 to x1 ആണെങ്കിൽ y0 to y1, x1 x2 ആണെങ്കിൽ y1 y2. ഇൻ ജനറൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ദ ഫോർമുല ഈസ് ഗിവൺ ബൈ ഇന്റഗ്രൽ ഇവിടെ xn-1 to xn ആണെങ്കിൽ y dx is equal to h/2 into yn-1 plus yn വരും. ഇനി ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ x0 to xn y dx equal to h/2 into ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുക. y0 plus y1, ഇവിടെ ഒരു y1 ഉണ്ട്, അപ്പൊ 2y1 ആയല്ലോ. അപ്പൊ y0ഉം y-ന്റെ ഒഴികെ ബാക്കിയുള്ള എല്ലാ ടേംസും ട്വൈസ് ആണ്. അപ്പൊ y0 plus 2 into y1 plus etc plus yn-1 plus last term yn. So this is a trapezoidal rule in order to evaluate this integral. Okay, this is very important. ചെയ്യുന്നത് n equal to 1 കൊടുത്തിട്ട് x0 to x1 evaluate ചെയ്തു, അതേപോലെ x1 to x2 evaluate ചെയ്യുക, x2 to x3 evaluate ചെയ്യുക, എല്ലാം കൂടി ആഡ് ചെയ്യുക. ഇത്ര മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. നെക്സ്റ്റ് ഇസ് എറർ ഇവാലുവേഷൻ, എറർ ഓഫ് ദ ട്രപ്പിസോയ്ഡൽ റൂൾ. ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ഇന്റഗ്രൽ എടുക്കുക, x0 to x1 എടുത്തു, y dx. അതെന്തായിരുന്നു ഫോർമുല? h/2 y0 plus y1 ആണ്. ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ വെച്ചിട്ട് അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. y0 പ്ലസ് ഇവിടെ x ആണ്, xന് x1 മൈനസ് x0 എന്ന് പറഞ്ഞാൽ h തന്നെ വരും. ഇവിടെ x മൈനസ് x0 ഹോൾ സ്ക്വയർ ബൈ 2 വരും. അതിൽ x1ഉം x0ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ h²/2 വന്നു, h³/6. ഇനി ഇവിടെ ഇതാണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, അപ്പൊ അതിൽ y1നെ റീപ്ലേസ് ചെയ്ത് y0 പ്ലസ് h y0 ഡാഷ് പ്ലസ് h²/2 y0 ഡബിൾ ഡാഷ് പ്ലസ് എക്സെട്ര, അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി. ഇനി ഇത് രണ്ടും കൂടി ഡിഫറൻസ് എടുക്കുക. ഇതാണ് ഇന്റഗ്രേഷൻ, ഇതാണ് നമ്മുടെ ട്രപ്പിസോയ്ഡൽ റൂൾ വഴി ഫോർമുലേഷൻ ചെയ്യുന്നത്. ഇതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് h³/6 y0 ഡബിൾ ഡാഷ് മൈനസ് h³/4 y0 ഡബിൾ ഡാഷ് പ്ലസ് എക്സെട്ര. ഇൻ ജനറൽ അത് മൈനസ് h³/12 ഇൻറ്റു y0 ഡാഷ് ഡബിൾ ഡാഷ് പ്ലസ് എക്സെട്ര ആണ്. x0 to x1 ആണെങ്കിലാണ് ഇങ്ങനെ. അപ്പൊ ഇൻ ജനറൽ ആയിട്ട് നമ്മൾക്ക് ഏത് പറയാൻ പറ്റും? x0 to xn ആണെങ്കിൽ എറർ ഇസ് ഈക്വൽ ടു മൈനസ് h³/12 into y0 double dash plus y1 double dash plus etc plus yn-1 double dash. Okay, so this is a error formula. This is a error formula for trapezoidal rule. In general, E is equal to minus h³/12 into n into y double dash of x bar. ഇതാണ് പറയുന്നത്, പക്ഷെ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ഇത് പഠിക്കും, ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് എ എറർ ഫോർമുല ഫോർ trapezoidal rule. This is a general for target of n quantities on right side. Right. Okay, thank you.